ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റംബൂട്ടാൻ അച്ചാറാണ്. നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുക് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1.5 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. വഴണ്ട കളറൊന്ന് ജസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കൂടെ ഒരു 2 പച്ചമുളക് നടുവെ അരിഞ്ഞതോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂന്നൂടെ ഒന്ന് വഴണ്ട് ഒന്ന് സെറ്റായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ചെറിയ ജീരകമാണ്. ഇത് പൊടിച്ചതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അത് പൊടി ചേർത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ, ആ ഒരു ചെറിയ മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടുതൽ ചേർത്താൽ അച്ചാർ കേടാവാതിരിക്കും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തു. മുളക് പൊടി ഇനി ചേർക്കാം. അതൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ആ പച്ചമണം മാറുന്നത് വരെ. എൻ്റെ കയ്യിൽ അച്ചാർ പൊടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് അച്ചാർ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം നല്ലപോലെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ കട്ടയൊന്ന് വിട്ട് വരുന്നത് വരെ, കട്ട പിടിച്ചായിരിക്കുന്നത്, അപ്പോൾ ആ കട്ടയെല്ലാം ഒന്ന് വിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. അതൊന്ന് തിളയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കായപ്പൊടി അതൊന്ന് പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് നല്ല തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റംബൂട്ടാനെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ആ ചാറിനകത്ത് കിടന്ന് ആ റംബൂട്ടാൻ നന്നായിട്ടൊന്ന് വേവണം. വെന്ത് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ അച്ചാർ നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കണം. അടി തീർത്ത് അടിക്ക് പിടിക്കാതെ അടി തീർത്ത് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരു കാര്യം വിട്ടുപോയായിരുന്നു, കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ബൈ.